അസ്സലാമു അലൈക്കും. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കുട്ടികളിലുണ്ടാകുന്ന ഈ അറ്റൻഷൻ കുറവ് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നൂലും അതുപോലെ കുറച്ച് മുത്തുകളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അവരുടെ ശ്രദ്ധ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഐ കോൺടാക്റ്റ് അതുപോലെ തന്നെ ഹാൻഡ് മൂവ്മെൻറ്റ് ഇതൊക്കെ റെഡിയായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശ്രദ്ധ കിട്ടുള്ളൂ. ഇപ്പോൾ ഏതൊരു കാര്യത്തിലും നമ്മൾ കൂടുതൽ സമയം ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചാൽ മതി. അതായത് ഒരു മുത്ത് കൊടുക്കുക, ഒരു നൂല് കൊടുക്കുക, എന്നിട്ട് കോർക്കാൻ പറയാം. ആദ്യം നമ്മളൊരു സാമ്പിൾ അവർക്ക് കാട്ടി കൊടുക്കാം. ഞാനൊരു 2-3 വട്ടം എൻ്റെ മോൻക്ക് കാണിച്ചു കൊടുത്തു. പിന്നെ അവൻ തന്നെ ഒറ്റയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ശ്രമിക്കുമ്പോൾ തന്നെ കുറേ അറ്റൻഷൻ അവിടെ കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മുത്ത് കൊടുത്ത് അവൻ്റെ ഹോൾ നോക്കിയിട്ട് നല്ലോണം അതിലേക്ക് നോക്കുന്നുണ്ട്. പക്ഷെ കറക്റ്റ് അവന് പിടിക്കുന്നത് കറക്റ്റ് ആവാത്തതുകൊണ്ട് അവന് ശരിയാവുന്നില്ല. അങ്ങനെ ഒരുപാട് തവണ അവന് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് തവണ ചെയ്താലേ അത് ശരിയാവുള്ളൂ. അപ്പോൾ ഞാൻ 3 വട്ടം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. അവന് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധക്കുറവുള്ള കുട്ടികൾക്ക് കൂടുതൽ സമയം അതിൽ ശ്രദ്ധിച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരു വെരി ഗുഡ് മെത്തേഡാണ് അവരുടെ ശ്രദ്ധ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവന് നന്നായി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നന്നായി ശ്രമിക്കുമ്പോൾ ബ്രെയിൻ നല്ലോണം വർക്ക് ചെയ്യും. ഇപ്പോൾ ഒരു കാര്യമില്ല അവിടെ നടക്കുന്നത്. അറ്റൻഷൻ കൂട്ടാം, ഐ കോൺടാക്റ്റ് കൂട്ടാം, അതുപോലെ തന്നെ ഹാൻഡ് മൂവ്മെൻറ്റ് കറക്റ്റ് ആവും. അവർക്ക് ഒരു അവസാനം അവന് കിട്ടി. അവനത് റെഡിയാക്കി നല്ല അടിപൊളിയിൽ അവൻ ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ക്ലാപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മിഠായി കൊടുക്കുക. അപ്പോൾ അവർക്ക് ഇനിയും അതുപോലെ തന്നെ ആ ഒരു കാര്യം നമ്മൾ ചെയ്യിക്കുന്ന ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആവാൻ പറ്റും. അങ്ങനെ കുട്ടികളെ എൻഗേജ്ഡ് ആക്കി കഴിഞ്ഞാൽ തന്നെ അവരുടെ അറ്റൻഷനിൽ നല്ല മാറ്റം വരും. വിളിച്ചാൽ ശ്രദ്ധിക്കാതിരിക്കുക, അതുപോലെ തന്നെ അവരുടെ പേര് വിളിച്ചാൽ ശ്രദ്ധിക്കാതിരിക്കുക. കൂടുതലായിട്ടും സ്പീച്ച് ഡിലേ ഉള്ള കുട്ടികളിൽ കാണപ്പെടുന്നതാണ് ഈ അറ്റൻഷൻ കുറവ്. അപ്പോൾ അത് നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണിത്. അതുപോലെ തന്നെ സിറ്റിംഗ് ഇരിക്കുക, ഹൈപ്പർ ആക്റ്റീവ് ഉള്ള കുട്ടികൾക്ക് സിറ്റിംഗ് കുറവായിരിക്കും. അപ്പോൾ സിറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി വളരെയധികം ഹെൽപ്പ് ചെയ്യും.